തൃണമൂൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന ഐപാക് കൺസൾട്ടൻസിയിലെ റെയ്ഡിൽ ഇഡിയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിലുള്ള പോര് മുറുകുന്നു. റെയ്ഡിൽ ഇഡിക്കെതിരെ പശ്ചിമബംഗാൾ പോലീസ് കേസെടുത്തു. മമതാ ബാനർജിയുടെ പരാതിയിലാണ് കേസ്. കേന്ദ്ര സേനയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, മമതാ ബാനർജിയുടെ പരാതിയിലാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ പോലീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പശ്ചിമബംഗാൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇഡിക്കെതിരെ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മമതാ ബാനർജിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിലുള്ള പോര് പശ്ചിമ ബംഗാളിൽ അത് കൂടുതൽ കടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഐപാക്കിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയായ ഐപാക് ആണ്. ഐപാക്കിന്റെ ഓഫീസിൽ, കൊൽക്കത്തയിലെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇഡി റെയ്ഡിനെത്തിയത്. പിന്നീട് അവിടെ കണ്ടത് നാടകീയ സംഭവങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അവിടേക്ക് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് പാഞ്ഞെത്തുന്ന കാഴ്ചയും ഇഡിയുമായി തർക്കത്തിലേർപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതിന് പിന്നാലെ ഇന്നലെ കൊൽക്കത്തയിൽ പടുകൂറ്റൻ റാലി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനെ അട്ടിമറിക്കാനുള്ള ഒരു BJPയുടെ നീക്കത്തിന്റെ ഭാഗമാണ്, എങ്ങനെയും ബംഗാളിൽ അധികാരം പിടിക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് ഇഡിയുടെ റെയ്ഡ് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ പരാതിയിൽ ബംഗാൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. 3 FIRകളാണ് പ്രധാനമായും ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഭീഷണി മുഴക്കൽ, അതുപോലെ തന്നെ അതിക്രമിച്ച് കയറൽ, അതുപോലെ തന്നെ ഈ ചില രേഖകളൊക്കെ അനുവാദമില്ലാതെ വിവരങ്ങൾ തേടൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇഡിക്ക് സുരക്ഷയൊരുക്കാൻ കേന്ദ്ര സേനയും ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര സേനയ്ക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇഡിയുടെ ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നലെ ഹൈക്കോടതി അത് പരിഗണിച്ചില്ല. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായിരിക്കും അത് പരിഗണിക്കുക. കാരണം ഇന്നലെ ഈ ഹർജി പരിഗണിക്കാനിരിക്കെ ഈ കോടതി മുറിക്കുള്ളിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടതോടെ ജഡ്ജി ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഡിയുടെ ഹർജി പരിഗണിച്ചിട്ടില്ല. ഏതായാലും ഇഡി നിലവിൽ മമതാ ബാനർജിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ രേഖകളടക്കം തിരികെ നൽകണം. അതായത് ഈ റെയ്ഡിൽ നടക്കുന്ന സമയത്തെത്തിയ മമതാ ബാനർജി അവിടെ നിന്ന് ചില നിർണായകമായ രേഖകളും ലാപ്ടോപ്പുകളും കൊണ്ടുപോയി എന്നുള്ളതാണ് ഇഡിയുടെ ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ ഇഡി മമതയ്ക്കെതിരെയും മമത ഇഡിക്കെതിരെയും ശക്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത്. ഏതായാലും അതൊരു രാഷ്ട്രീയമായ പോരാട്ടമായി മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ പടുകൂറ്റൻ റാലി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇഡിയുടെ നടപടി എന്താണ് എന്നുള്ളതാണ്. നിലവിൽ ഹൈക്കോടതിയിൽ ആ കേസിരിക്കുന്നതിനാൽ ഇഡി ഒരുപക്ഷെ തുടർ നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ല. അതേസമയം ഐപാക് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ രേഖകൾ തിരികെ, ഇഡി പിടിച്ചെടുത്ത രേഖകൾ തിരികെ നൽകണം എന്നുള്ളതാണ് ഐപാക്കിന്റെ ആവശ്യം എന്ന് പറയുന്നത്. തങ്ങളുടെ പ്രധാനപ്പെട്ട നിർണായകമായ രേഖകൾ ഈ ഇഡി പിടിച്ചെടുത്തു എന്നുകൂടി ഹർജിയിൽ ഐപാക് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐപാക്കും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതൊരു നിയമ പോരാട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിലാണ് ഐപാക്കിന്റെ ഓഫീസിലും അതുപോലെ തന്നെ ഐപാക്കിന്റെ ഡയറക്ടറായ പ്രതീക് ജെയിനിന്റെ വീട്ടിലുമടക്കം ഇഡി റെയ്ഡ് നടത്തിയത്. ഏതായാലും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പോരായി മുറുകുകയാണ്. ഇഡിക്കെതിരെ ഇപ്പോൾ പശ്ചിമ ബംഗാൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇഡിയുടെ പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ശരി. തൃണമൂൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന ഐപാക് കൺസൾട്ടൻസിയിലെ റെയ്ഡിൽ ഇഡിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തമ്മിലുള്ള പോര് മുറുകുകയാണ്. റെയ്ഡിൽ ഇഡിക്കെതിരെ പശ്ചിമ ബംഗാൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മമതാ ബാനർജിയുടെ പരാതിയിലാണ് ഈ ഒരു കേസ്. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.